ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. രേവതി നക്ഷത്രം, നക്ഷത്രങ്ങളുടെ അവസാനത്തെ നക്ഷത്രം. ആ നക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലിൻ്റെ അകത്തുള്ള ചിത്രം തൊട്ട് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഒരു ഭാഗം തൊട്ട് വെച്ചാൽ ഞാനിടുന്ന വീഡിയോയൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. 2025 സംഭവിക്കുന്ന ചെറിയ ചെറിയ രാശിമാറ്റങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രേവതി നക്ഷത്രത്തിൽ പിറന്നവർ ആരുടെ മുന്നിലും കീഴടങ്ങുകയില്ല, തലകുനിക്കുകയുമില്ല. എല്ലാവരും പറയുന്നൊക്കെ കേൾക്കും, ഉപദേശമൊക്കെ കേൾക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ. ഉപദേശങ്ങൾ ആരുടെയും കൂടുതൽ കേൾക്കാതിരിക്കുക. എന്നാൽ ഈ വർഷം ചില കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ ചരിത്രം അല്ലെങ്കിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കൂടി മുഖവിലക്കെടുക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുക. എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടായിരിക്കും ഈ ഒരു വർഷം. പിന്നെ ഏത് കാര്യമായാലും സ്വയം ചെയ്യണമെന്നുള്ളത് അത് പ്രവൃത്തിയിൽ കൊണ്ടുവരിക. നിങ്ങൾ തന്നെ അത് സ്വയം ചെയ്യുക എന്നുള്ളത് പ്രവൃത്തിയിൽ കൊണ്ടുവരിക. സഹായിക്കാൻ ഒക്കെ മുന്നോട്ട് വരുന്നവരെ അകറ്റി നിർത്തുക. അതായിരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത്. നിർബന്ധ ബുദ്ധി കുറയ്ക്കണം. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നിർബന്ധ ബുദ്ധിയുണ്ട്, അതൊന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഏത് കാര്യങ്ങൾ ചെയ്യാനുള്ള സാമർഥ്യവും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ആവശ്യമില്ലാതെ ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക. അതായത് ചില ആൾക്കാർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കുക, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് വെറുതെ നിസ്സാര കാര്യങ്ങൾ മതി. അയ്യോ അതങ്ങനെ ഇതിങ്ങനെ, നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ കൊണ്ടുവച്ച് അത് പെരുപ്പിച്ചെടുത്തിട്ട് മനസ്സിനെ വിഷമിപ്പിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ രേവതി നക്ഷത്രത്തിന് ഗുണകരമായൊരു വർഷമാണ് ഈ വർഷം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.